പഞ്ചാഗ്നി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമളയാണെങ്കിൽ കലാവതിയുടെ ആ ചതിമുഖം തിരിച്ചറിഞ്ഞിരിക്കുന്നു ചന്ദ്രസേനന്റെ സഹായത്തോട് കൂടിയിട്ട്. പിന്നീട് കലാവതിയാണെങ്കിൽ പഞ്ചരത്നത്തിലേക്ക് പോയി വീണ്ടും നുണക്കഥകൾ പറഞ്ഞ് പഞ്ചരത്നങ്ങളെ കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും അവർ അവിടേക്ക് എത്തുന്നുണ്ട്. കലയമ്മ യാതൊരു ദേഷ്യവും കാണിക്കാതെ തങ്ങളെ കാണാൻ വന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് അമൃതയും അനിയത്തിമാരും. കലാവതിയുടെ കാറ് കാണുമ്പോൾ തന്നെ അവരെല്ലാവരും ഉള്ളിൽ നിന്നും ചെതറി ഓടി വരുന്നുണ്ട്. എന്നിട്ട് കലയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് മത്സരിക്കുന്നു. എന്തായാലും കലാവതിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളുമാരൊരിക്കലും ഇനി ചന്ദ്രസേനനും ശ്യാമളയും പറഞ്ഞത് വിശ്വസിക്കില്ല എന്നൊക്കെ. പിന്നീട് സുമേഷിന്റെ വിവാഹ കാര്യത്തെ കുറിച്ചൊക്കെ തന്നെ അമൃതയും അനിയത്തിമാരും കലാവതിയോട് പറയുമ്പോൾ കലാവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ആ വിവാഹത്തിലേക്ക് ഇവിടെ നിന്നും ഒരു പെണ്ണു പോലും പോവരുത്. അങ്ങനെ പോയാൽ തന്റെ കള്ളിയെല്ലാം പിടിക്കപ്പെടും. കാരണം അമൃതയുടെ സ്വർണങ്ങളാണല്ലോ ദിവ്യപ്രഭ ധരിച്ച് മണ്ഡപത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കലാവതി അങ്ങനെ ചിന്തിക്കുന്നത്. ഏത് വിധേനയും തടഞ്ഞിരിക്കണം. എന്തായാലും ചന്ദ്രസേനാണെങ്കിൽ പ്രഭാവതിയോട് പോയിട്ട് കലാവതിക്ക് പൈസ ലഭിച്ചതും അത് വക്കീൽമാർക്ക് ഫീസായിട്ട് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, എന്തോ ഒരു ചതിയും എന്തോ ഒരു അപകടവും മുന്നിൽ കാണുന്നു. ചന്ദ്ര, നീ ഒരു കാര്യം ചെയ്യേ, ഡീപ്പായി തന്നെ ഒന്ന് അന്വേഷിക്കും. നിന്റെ മക്കളെ ചതിച്ചിട്ടാണോ ആ പണം കലാവതി വക്കീൽമാർക്ക് കൊണ്ട് കൊടുത്തു എന്നുള്ള സത്യം നീ തിരിച്ചറിയണം. അത് ഏത് വിധേനയും നീ അറിഞ്ഞേ മതിയാവൂ. ഇത് കേട്ട് ചന്ദ്രസേനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അതായത് അയാൾക്ക് ഓർമ്മ വരികയാണ് തന്റെ മക്കൾ സ്വരൂപിച്ചു വെച്ച 60 പവൻ സ്വർണം അതിൽ നിന്നും കലാവതി മോഷ്ടിച്ചെടുത്തതായിരിക്കുമോ ആ പൈസ എന്ന് ചന്ദ്രസേനൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ചന്ദ്രസേനന്റെ അടുത്ത പരിപാടി തുടങ്ങിക്കഴിഞ്ഞു.